ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ചില ആഴ്ചകളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 11 മാസക്കാലവും ദൈവമായ കർത്താവിന്റെ തിരുകൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരവും അതിശയകരവുമായി നമ്മെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദിയും ഹൃദയംഗമായി അറിയിക്കുകയാണ്. ചില പ്രിയപ്പെട്ടവർ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലാലും പ്രായത്തിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. എങ്കിലും അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം ദൈവം അതിശയകരമായി വഴി നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി പ്രിയ സെബാസ്റ്റ്യൻ ശാരീരികമായി സുഖമില്ലാതെ ഭാരപ്പെട്ടെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അനിതയും കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ശാരീരികമായി ഒത്തിരി പ്രയാസങ്ങളിലൂടെ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ പനിയാൽ ഞങ്ങളും ഭാരപ്പെടുവാനിടയായി തീർന്നു. അറിഞ്ഞ ദൈവമക്കൾ പ്രാർത്ഥനയിൽ വഹിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ പ്രിയ മത്തായിച്ചാന്റെ മൂത്ത 2 കുഞ്ഞുങ്ങളും ശാരീരികമായി സുഖമില്ലാതെ ഭവനത്തിലായിരിക്കും, ഇന്ന് കടന്നു വന്നിട്ടില്ല. അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ടീച്ചറുടെ ഹസ്ബൻഡ് സാറ് ശാരീരികമായി സുഖമില്ലാതെ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് മദർ കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവമക്കൾ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന പലരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിലും കർത്താവ് കൊടുത്ത എല്ലാ വിടുതലിനുമായി നന്ദിയോടെ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഡേവിഡ് അച്ചായന്റെ പ്രിയ പ്രേമം സന്ധ്യയും കൂടെ അവര് ദുബൈയിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് യാത്രയായി. അവര് ക്ഷേമത്തോടെ അവിടെ ചെന്നു എന്നുള്ള വിവരങ്ങൾ ദൈവസഭയെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ യാത്രയിലും ദൈവം കൂടെ ഇരുന്നല്ലോ. ഇന്ന് നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്ന